പാലിന്റെ ഗുണനിലവാര പരിശോധന എന്നീ വിഷയങ്ങളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും താഴെ നൽകുന്നു. ഭാഗം 1. ഡയറി പ്ലാന്റ് ഉപകരണങ്ങൾ. ഡയറി പ്ലാന്റ് ഇക്വിപ്മെന്റ്സ്. 1. പാലിലെ കൊഴുപ്പ് ഫാറ്റ് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ക്രീം സെപ്പറേറ്റർ. ക്രീം സെപ്പറേറ്റർ. 2. പാലിലെ കൊഴുപ്പ് തരികളെ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ഒരേ വലുപ്പത്തിലാക്കാൻ ഉപയോഗിക്കുന്ന മെഷീൻ. ഉത്തരം ഹോമോജനൈസർ. ഹോമോജനൈസർ. 3. പാലിലെ രോഗാണുക്കളെ നശിപ്പിക്കുന്ന പ്രക്രിയ ഏത്? ഉത്തരം പാസ്ചറൈസേഷൻ. പാസ്ചറൈസേഷൻ. 4. പാസ്ചറൈസേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന പ്ലാന്റ് ഏത് പേരിലറിയപ്പെടുന്നു? ഉത്തരം HTST. ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പ്ലാന്റ്. 5. HTST പാസ്ചറൈസേഷനിൽ പാൽ എത്ര ഡിഗ്രിയിൽ ചൂടാക്കണം? ഉത്തരം 72 കാരറ്റ് സെർ ടെക്സ്റ്റാസി 15 സെക്കൻഡ് നേരത്തേക്ക്. 6. LTLT ലോ ടെമ്പറേച്ചർ ഹോൾഡിംഗ് രീതിയിൽ പാൽ ചൂടാക്കേണ്ട താപനില. ഉത്തരം 63 കാരറ്റ് സെർ ടെക്സ്റ്റാസി 30 മിനിറ്റ് നേരത്തേക്ക്. 7. പാലിലെ ഖരരൂപത്തിലുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ക്ലാരിഫയർ. ക്ലാരിഫയർ. 8. പാലിലെ കൊഴുപ്പിന്റെ അളവ് ഫാറ്റ് ശതമാനം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ബ്യൂട്ടിറോമീറ്റർ. ബ്യൂട്ടിറോമീറ്റർ. 9. പാൽ പെട്ടെന്ന് തണുപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം. ഉത്തരം സർഫസ് ചില്ലർ ബൈ ചില്ലിംഗ് യൂണിറ്റ്. 10. മിൽക്ക് ക്യാനുകൾ കഴുകാൻ ഉപയോഗിക്കുന്ന മെഷീൻ. ഉത്തരം ക്യാൻ വാഷർ. ക്യാൻ വാഷർ. 11. പാൽ പാക്ക് ചെയ്യുന്ന മെഷീൻ ഏത്? ഉത്തരം പൗച്ച് ഫില്ലിംഗ് മെഷീൻ. 12. തൈരുണ്ടാക്കാൻ പാൽ ചൂടാക്കി വെക്കുന്ന ടാങ്ക്. ഉത്തരം ഇൻക്യുബേഷൻ ടാങ്ക്. ഇൻക്യുബേഷൻ ടാങ്ക്. 13. വെണ്ണ ബട്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ബട്ടർ ചാൺ. ബട്ടർ ചാൺ. 14. പാൽ ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കുന്ന തണുപ്പുള്ള മുറി. ഉത്തരം കോൾഡ് സ്റ്റോറേജ്. കോൾഡ് സ്റ്റോറേജ്. 15. പാലിൽ നിന്ന് വെള്ളം നീക്കം ചെയ്ത് പാൽപ്പൊടിയാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം സ്പ്രേ ഡ്രയർ. സ്പ്രേ ഡ്രയർ. ഭാഗം 2. പാലിന്റെ പരിശോധനകൾ. മിൽക്ക് ക്വാളിറ്റി ആൻഡ് അഡൾട്രേഷൻ ടെസ്റ്റ്സ്. 16. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത്. ഉത്തരം ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ. 17. പാലിലെ മായം അഡൾട്ടറേഷൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന കിറ്റ്. ഉത്തരം മിൽക്ക് അഡൾട്ടറേഷൻ കിറ്റ്. 18. പാലിൽ സ്റ്റാർച്ച് അരിപ്പൊടി മൈദ ഉണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്. ഉത്തരം അയോഡിൻ ടെസ്റ്റ്. അയോഡൈൻ ടെസ്റ്റ്. 19. പാസ്ചറൈസേഷൻ ശരിയായ രീതിയിലാണോ നടന്നതെന്ന് പരിശോധിക്കുന്നത് എങ്ങനെ? ഉത്തരം ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. ഫോസ്ഫറ്റേസ് ടെസ്റ്റ്. 20. പാലിലെ ബാക്ടീരിയകളുടെ അളവ് അറിയാൻ നടത്തുന്ന ടെസ്റ്റ്. ഉത്തരം MBRT മെഥിലീൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. 21. പാലിലെ അമ്ലത്വം അസിഡിറ്റി കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രാസവസ്തു. ഉത്തരം സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. 22. പാലിലെ കൊഴുപ്പ് അളക്കുന്ന രീതിക്ക് പറയുന്ന പേര്. ഉത്തരം ഗർബർ ടെസ്റ്റ്. ഗർബർ ടെസ്റ്റ്. 23. പാലിൽ യൂറിയ ചേർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നത്. ഉത്തരം DMAB റിയേജന്റ്. 24. പാലിൽ ഷുഗർ ചേർത്തിട്ടുണ്ടോ എന്നറിയാനുള്ള ടെസ്റ്റ്. ഉത്തരം സെലിവനോഫ് ടെസ്റ്റ്. സെലിവനോഫ് ടെസ്റ്റ്. 25. പാലിൽ സോപ്പ് ഡിറ്റർജന്റ് ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഏത് ടെസ്റ്റ് നടത്തും? ഉത്തരം ഷേക്ക് ടെസ്റ്റ്. ഷേക്ക് ടെസ്റ്റ് നുര പരിശോധന. 26. പാൽ കേടാകാതിരിക്കാൻ ഫോർമാലിൻ ചേർത്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റ്. ഉത്തരം ഹെനർ ടെസ്റ്റ്. ഹെനർസ് ടെസ്റ്റ്. 27. പാലിന്റെ സാന്ദ്രത സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? ഉത്തരം 1.02 8 മുതൽ 1.032 വരെ. 28. പാലിന്റെ pH മൂല്യം എത്ര? ഉത്തരം 6.6 മുതൽ 6.7 വരെ. 29. പാലിലെ പ്രോട്ടീൻ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന രീതി. ഉത്തരം ജെൽഡാൽ രീതി. കേൽഡാൽ മെത്തഡ്. 30. ശുദ്ധമായ പാലിന്റെ മരവിപ്പിക്കൽ താപനില ഫ്രീസിംഗ് പോയിന്റ് എത്ര? ഉത്തരം -0.525 മുതൽ -0.565 കാരറ്റ് സെർ ടെക്സ്റ്റാസി വരെ.
ഭാഗം 3 പൊതുവായ വിവരങ്ങൾ ജനറൽ ഡെയറി നോളജ്. 31 ഇന്ത്യയിലെ ക്ഷീരവിപ്ലവത്തിന്റെ പിതാവ് ആര്? ഉത്തരം ഡോക്ടർ വർഗീസ് കുര്യൻ. 32 ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ. 33 ദേശീയ പാൽ ദിനം നാഷണൽ മിൽക്ക് ഡേ എന്ന്. ഉത്തരം നവംബർ 26. 34 ലോക പാൽ ദിനം വേൾഡ് മിൽക്ക് ഡേ എന്ന്. ഉത്തരം ജൂൺ 1. 35 ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം? ഉത്തരം ഇന്ത്യ. 36 NDDBയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം ആനന്ദ്, ഗുജറാത്ത്. 37 പാലിലെ പഞ്ചസാര ഏത്? ഉത്തരം ലാക്ടോസ്. 38 പാലിലെ പ്രോട്ടീൻ ഏത്? ഉത്തരം കസീൻ. 39 പാലിന്റെ വെള്ള നിറത്തിന് കാരണം? ഉത്തരം കസീൻ. 40 പശുവിൻ പാലിന്റെ നേരിയ മഞ്ഞ നിറത്തിന് കാരണം? ഉത്തരം കരോട്ടീൻ. പശുക്കളുടെ ഇനങ്ങൾ കാറ്റൽ ബ്രീഡ്സ്. 41 ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന പശുവിനം? ഉത്തരം ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ HF. 42 പാലിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള പശുവിനം? ഉത്തരം ജേഴ്സി. 43 ഭാരതത്തിലെ ഏറ്റവും മികച്ച കറവ പശു ഏത്? ഉത്തരം സാഹിവാൾ. 44 കേരളത്തിലെ തനത് പശുവിനം ഏത്? ഉത്തരം വെച്ചൂർ പശു. 45 വെച്ചൂർ പശുക്കളുടെ ശരാശരി ഭാരം എത്ര? ഉത്തരം 130 മുതൽ 150 വരെ കിലോ. 46 മിനിയേച്ചർ പശു, മിനിയേച്ചർ കൗ എന്നറിയപ്പെടുന്നത്? ഉത്തരം വെച്ചൂർ പശു. 47 കാസർഗോഡ് കുള്ളൻ പശുക്കളുടെ പ്രത്യേകത എന്ത്? ഉത്തരം രോഗപ്രതിരോധ ശേഷി കൂടുതൽ. 48 ഗിർ പശുക്കളുടെ ജന്മദേശം എവിടെ? ഉത്തരം ഗുജറാത്ത്. 49 ലോകത്തിലെ ഏറ്റവും ചെറിയ പശുവിനം? ഉത്തരം വെച്ചൂർ പശു. ഗിന്നസ് റെക്കോർഡ്. 50 ഹരിയാന പശുക്കൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഉത്തരം ദ്വന്ദ്വ ആവശ്യങ്ങൾക്കുള്ളവ. ഡ്യുവൽ പർപ്പസ്. ഭാഗം 5 രോഗങ്ങളും പ്രതിരോധവും ഡിസീസസ് ആൻഡ് പ്രിവെൻഷൻ. 51 പശുക്കളിലെ അകിടുവീക്കം മസ്റ്റൈറ്റിസ് പരിശോധിക്കാനുള്ള ടെസ്റ്റ്? ഉത്തരം കാലിഫോർണിയ മാസ്റ്റിറ്റിസ് ടെസ്റ്റ് CMT. 52 കുളമ്പു രോഗം FMD ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? ഉത്തരം വൈറസ് പിക്കോർണ വൈറസ്. 53 ആന്ത്രാക്സ് രോഗത്തിന് കാരണം? ഉത്തരം ബാക്ടീരിയ ബസിലസ് ആന്ത്രാസിസ്. 54 പാലിലൂടെ മനുഷ്യരിലേക്ക് പകരുന്ന രോഗമേത്? ഉത്തരം ബ്രൂസല്ലോസിസ് ബൈ ക്ഷയരോഗം. 55 മിൽക്ക് ഫീവർ ഉണ്ടാകുന്നത് എന്തിന്റെ കുറവ് മൂലമാണ്? ഉത്തരം കാൽസ്യം. 56 പശുക്കളുടെ സാധാരണ ശാരീരിക താപനില എത്ര? ഉത്തരം 101.5 കാരറ്റ് സെർക്ക് ടെക്സ്റ്റാഫ്. 38.6 കാരറ്റ് സെർക്ക് ടെക്സ്റ്റാസി. 57 കുളമ്പുരോഗത്തിന് നൽകുന്ന വാക്സിൻ? ഉത്തരം FMD വാക്സിൻ, വർഷത്തിൽ 2 തവണ. 58 അകിടുവീക്കം തടയാൻ കറവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന ലായനി? ഉത്തരം അയോഡിൻ ലായനി, ടീത്ത് ഡിപ്പിംഗ്. 59 പശുക്കളിലെ പ്രസവാനന്തര തളർച്ചയ്ക്ക് കാരണം? ഉത്തരം ഹൈപ്പോകാൽസീമിയ, കാൽസ്യം കുറയുന്നത്. 60 കറവപ്പശുക്കളിലെ വിരശല്യം ഒഴിവാക്കാൻ നൽകുന്ന മരുന്ന്? ഉത്തരം ആൽബെൻഡസോൾ. ഭാഗം 6 തീറ്റക്രമവും പരിചരണവും ഫീഡിംഗ് ആൻഡ് മാനേജ്മെന്റ്. 61 പശുക്കൾക്ക് നൽകുന്ന പച്ചപ്പുല്ല് ദീർഘകാലം സൂക്ഷിച്ചു വെക്കുന്ന രീതി? ഉത്തരം സൈലേജ്. 62 സൈലേജ് നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായ വിള ഏത്? ഉത്തരം ചോളം, മെയ്സ്.
63. പാലിന്റെ ഉൽപാദനം കൂട്ടാൻ നൽകുന്ന തീറ്റ ഏത്? ഉത്തരം സാന്ദ്രീകൃത തീറ്റ, കോൺസെൻട്രേറ്റ് ഫീഡ്. 64. പശുക്കളുടെ ഗർഭകാലം, ജസ്റ്റേഷൻ പീരിയഡ് എത്ര ദിവസമാണ്? ഉത്തരം 280 മുതൽ 285 വരെ ദിവസം. 65. എരുമകളുടെ ഗർഭകാലം എത്ര ദിവസമാണ്? ഉത്തരം 310 ദിവസം. 66. പ്രസവിച്ച ഉടനെ പശുവിൽ നിന്നുണ്ടാകുന്ന ആദ്യ പാൽ. ഉത്തരം കന്നിപ്പാൽ, കൊളോസ്ട്രം. 67. കന്നിപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പ്രതിരോധ ഘടകം. ഉത്തരം ഇമ്മ്യൂണോഗ്ലോബുലിൻസ്. 68. കിടാക്കൾക്ക് ശരീരഭാരത്തിന്റെ എത്ര ശതമാനം കന്നിപ്പാൽ നൽകണം? ഉത്തരം 10%. 69. പാലിലെ കൊഴുപ്പ് കൂട്ടാൻ നൽകേണ്ട തീറ്റ. ഉത്തരം നാര് കൂടുതൽ അടങ്ങിയ തീറ്റ, ഉദാഹരണം വൈക്കോൽ. 70. പശുക്കളെ കറക്കാനെടുക്കേണ്ട സമയം. ഉത്തരം 5 മുതൽ 7 മിനിറ്റ് വരെ. ഭാഗം 7. മിശ്രിത ചോദ്യങ്ങൾ, മിക്സ്ഡ് ഡെയറി ക്വിസ്. 71. പാലിലെ ജലാംശം എത്ര ശതമാനമാണ്? ഉത്തരം ഏകദേശം 87%. 72. പാലിന് അമ്ലത്വം, അസിഡിറ്റി നൽകുന്ന ഘടകം. ഉത്തരം ലാക്റ്റിക് ആസിഡ്. 73. പാലിലെ ഖരപദാർത്ഥങ്ങൾ അറിയപ്പെടുന്നത്. ഉത്തരം ടോട്ടൽ സോളിഡ്സ്. 74. SNF എന്നാൽ എന്ത്? ഉത്തരം സോളിഡ്സ് നോട്ട് ഫാറ്റ്. 75. പശുവിൻ പാലിലെ SNF ശതമാനം എത്ര? ഉത്തരം 8.5%. 76. എരുമപ്പാലിലെ കൊഴുപ്പ് ശതമാനം എത്ര? ഉത്തരം 7% മുതൽ 10% വരെ. 77. പാൽ ഒരു സൾഫർ കുറഞ്ഞ ആഹാരമാണോ? ഉത്തരം അതെ. 78. പാലിൽ അടങ്ങിയിട്ടില്ലാത്ത വിറ്റാമിൻ ഏത്? ഉത്തരം വിറ്റാമിൻ സി. 79. ഐസ്ക്രീമിൽ ചേർക്കുന്ന സ്റ്റെബിലൈസർ ഏത്? ഉത്തരം ജെലാറ്റിൻ. 80. പാൽ അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഉത്തരം ലിറ്റർ. 81. മിൽക്ക് ഷെഡ് ഏരിയ എന്നാൽ എന്ത്? ഉത്തരം പാൽ ശേഖരിക്കുന്ന പ്രദേശം. 82. പാലിലെ പ്രോട്ടീൻ കട്ടപിടിക്കുന്ന പ്രക്രിയ. ഉത്തരം കൊയാഗുലേഷൻ. 83. വെണ്ണയിലെ ജലാംശം എത്ര ശതമാനത്തിൽ കൂടാൻ പാടില്ല? ഉത്തരം 16%. 84. നെയ്യ് ഉണ്ടാക്കുമ്പോൾ എത്ര താപനിലയിൽ ചൂടാക്കണം? ഉത്തരം 110 കാരറ്റ് സർക് ടെക്സ്റ്റാസി മുതൽ 120 കാരറ്റ് സർക് ടെക്സ്റ്റാസി വരെ. 85. നെയ്യിലെ കൊഴുപ്പിന്റെ അളവെത്ര? ഉത്തരം 99.5%, 99.7%. 86. ചീസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന എൻസൈം. ഉത്തരം റനറ്റ്. 87. തൈര് നിർമ്മിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയ. ഉത്തരം ലാക്ടോബാസില്ലസ്. 88. പാലിന്റെ തിളനില, ബോയിലിംഗ് പോയിന്റ് എത്ര? ഉത്തരം 100.17. കാരറ്റ് സർക് ടെക്സ്റ്റാസി, വെള്ളത്തേക്കാൾ അല്പം കൂടുതൽ. 89. പശുവിന്റെ അകിടിൽ പാൽ ചുരത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം ഓക്സിറ്റോസിൻ. 90. പശുവിന്റെ പാൽ വറ്റിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ. ഉത്തരം അഡ്രിനാലിൻ. 91. KLD ബോർഡിന്റെ പൂർണ്ണരൂപം. ഉത്തരം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്. 92. മിൽമ സ്ഥാപിതമായ വർഷം. ഉത്തരം 1980. 93. മിൽമയുടെ ആസ്ഥാനം എവിടെ? ഉത്തരം തിരുവനന്തപുരം. 94. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എരുമകളുള്ള സംസ്ഥാനം. ഉത്തരം ഉത്തർപ്രദേശ്. 95. മുറ ഏത് മൃഗത്തിന്റെ ഇനമാണ്? ഉത്തരം എരുമ. 95. പാലിലെ വിറ്റാമിൻ എ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നതെങ്ങനെ? ഉത്തരം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതെ സൂക്ഷിക്കുക. 96. പാലിന്റെ ഗുണനിലവാരം അളക്കുന്ന ഏറ്റവും ലളിതമായ രീതി. ഉത്തരം ക്ലോട്ടോൺ ബോയിലിംഗ് ടെസ്റ്റ്. 97. പശുവിന്റെ കൊമ്പ് മാറ്റുന്ന രീതിക്ക് പറയുന്ന പേര്. ഉത്തരം ഡീഹോണിംഗ്. 98. പശുക്കളുടെ ചെവിയിൽ അടയാളം വെക്കുന്ന രീതി. ഉത്തരം ടാഗിംഗ്. 99. പാലിന്റെ നിറം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. ഉത്തരം ടിൻഡോമീറ്റർ.